പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകളും സഹാബാക്കളും ഒക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങ് ദൂരെയുള്ള വലിയ വലിയ പുണ്യവാളന്മാരാണ് നമ്മൾ വിചാരിക്കുമല്ലോ. നിങ്ങളുടെ നാട്ടിന്റെ തൊട്ടടുത്ത് മാട്ടൂല് തെക്കുംപാട് പണ്ട് പള്ളിയിൽ ദറസെടുത്തിരുന്ന ഒരു സാധാരണ മുസ്ലിയാരുണ്ടായിരുന്നു. സാധാരണ മുസ്ലിയാരാണെങ്കിലും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ഉലമാക്കളിൽ ഭൂരിപക്ഷത്തിന്റെയും ഉസ്താദാണ്. മഹാനായ മനുഷ്യനാണ്. സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നാ പറയാ. മരിച്ചുപോയവരെ കുറിച്ചിട്ട് നിങ്ങൾ പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് പറയണ്ട, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് തൽക്കാലം പറയണ്ട. മരിച്ചുപോയവരെ കുറിച്ച് വേണമെങ്കിൽ അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാൻ അങ്ങ് ദൂരെ അല്ലാത്ത നമ്മളുടെ ജില്ലയിൽ, നമ്മളുടെ അറിവിൽ, നമ്മളുടെ അനുഭവത്തിൽ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ, ആളുകൾ. അദ്ദേഹം ഒരു ദിവസം നാട്ടുകാർ തെക്കുംപാട് പള്ളിയിൽ ദർസെടുക്കുന്ന കാലത്ത് നാട്ടുകാർ വന്നു പറഞ്ഞു, മഴയില്ല, നമ്മൾ മെനക്കിടുക, കഷ്ടപ്പെടുക, നമുക്ക് നിവൃത്തിയില്ല, അതുകൊണ്ട് മഴയ്ക്കും വേണ്ടി ഒന്ന് ദ്വാരക്കണം, മഴയ്ക്കും വേണ്ടി ഒന്ന് ദ്വാരക്കണം. ഉസ്താദ് അവറുകൾ എല്ലാ ആളുകളെയും കൂട്ടിയിരുത്തിയിട്ട് അന്ന് നന്നായിട്ട് ദ്വാ ചെയ്തു. ആളുകളെല്ലാം പിരിഞ്ഞുപോയി. പക്ഷെ മഴ പെയ്തില്ല, മഴ പെയ്തില്ല. പ്രിയപ്പെട്ടവരെ, മഴ പെയ്യാതെ എല്ലാവരും നിരാശപ്പെട്ടു പോയി. പിറ്റേന്ന് രാവിലെ, അന്നത്തെ കാലത്ത് പള്ളിയിൽ അങ്ങനെ കക്കൂസും കുളിമുറിയൊന്നും ഇല്ലല്ലോ, കുറച്ച് ദൂരം നടന്നു പോയിട്ട് വേണം ആ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ. തഹജ്ജുദിന്റെ സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് ഈ ആവശ്യം പൂർത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ നാട്ടിലെ ഒരു പ്രമാണി, അന്നത്തെ വലിയ കച്ചവടക്കാരൻ, അദ്ദേഹത്തിന്റെ പേരും നാടും വീടും ഒക്കെ എനിക്കറിയാം, ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം പള്ളിയിലേക്ക് നടന്നു വരിക. അപ്പൊ പള്ളിയിൽ നേരത്തെ വന്ന് കാത്തിരിക്കുന്ന 2-3 മറ്റു നാട്ടുകാരും ഉണ്ട്. അപ്പം ആജിക്ക ഇങ്ങനെ നടന്നു വന്നപ്പം പള്ളിയിലിരിക്കുന്ന ആളുകൾ സലാം പറഞ്ഞിട്ട്, എന്താ ലേറ്റ് ആയത്, സാധാരണ കുറച്ചും കൂടെ നേരത്തെ വരാറുണ്ടല്ലോ, ഇന്ന് ലേറ്റ് ആയി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വരുന്ന ആജിക്ക ഉസ്താദ് അവറുകളെ കണ്ടിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അല്ല, ഇന്നലത്തെ ദ്വാന്റെ കടുപ്പത്തിലെ വമ്പിച്ച മഴയല്ലേ, മഴ കൊണ്ട് വെള്ളവും ചെളിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ ഭയങ്കര വിഷമമായിരുന്നു, അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയി പോയതാ എന്ന് കളിയാക്കി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം. പക്ഷെ സ്വാഭാവികമായും ഇത് കേൾക്കുമ്പം ആ ഉസ്താദിന്റെ മനസ്സിന് വേദന ഉണ്ടാവും. അദ്ദേഹത്തിന് ഭയങ്കര വേദനയായി. അന്നത്തെ പ്രഭാതം ഇശാ വരെ എങ്ങനെങ്കിലും തള്ളി നീക്കി. ഇശാ നിസ്കാരം കഴിഞ്ഞുടനെ പള്ളിയിൽ വന്ന ആളുകളോടൊക്കെ എല്ലാവരും വേഗം നിസ്കരിച്ചിട്ട് പോയിക്കോ, എല്ലാവരും വേഗം നിസ്കരിച്ചിട്ട് പോയിക്കോ, എല്ലാവരെയും പറഞ്ഞയച്ചു. മഹാനായ ആ ഉസ്താദ് അവറുകൾ പള്ളിയുടെ എല്ലാ വാതിലുകളും ബന്ധാക്കി. എന്നിട്ട് പള്ളിയിൽ വന്നു, നമസ്കരിച്ചു, സുജൂദിൽ കടന്നു, കരഞ്ഞ് ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ മഴയ്ക്ക് വേണ്ടിയുള്ള ദുആയുടെ പ്രാർത്ഥനയും വാക്കുകളും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നമ്മളിൽ പലരും അദ്ദേഹവുമായി ബന്ധം വെച്ച് പുലർത്തിയ ആളാണ്. നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ ഒരിക്കൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അള്ളാഹുവേ, കണ്ണിയത്ത് അഹമ്മദും ഈ 4 കാലികളും ഒരു പാപവും ചെയ്തില്ലെന്ന് നിനക്കറിയാലോ പടച്ചോനെ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പറഞ്ഞു. കണ്ണിയത്ത് അഹമ്മദും ഈ 4 കാലികളും ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് നിനക്കറിയാലോ റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പറയും. പ്രിയപ്പെട്ടവർ, അന്നത്തെ രാത്രിയിൽ അദ്ദേഹം പള്ളിയിൽ സുജൂദിൽ കടന്ന് ദ്വാ ചെയ്തുകൊണ്ടേയിരുന്നു. മഴ തരാതെ, പടച്ചവനെ, ഞാൻ എന്റെ തല പൊന്തിക്കൂല. അവസാനം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ശക്തമായ ഇടിയും കാറ്റും മഴയും ഒക്കെ പെയ്തു. മഹാനവറുകൾ തഹജ്ജുദിന്റെ സമയമായപ്പോൾ എല്ലാ വാതിലും തുറന്നു വെച്ചു. പള്ളിയിലേക്ക് ആള് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നാടൻ ശൈലിയിൽ, തുറക്കട വാതില്, കാണട്ടെ ആ കാട്ടുകള്ളൻ, എന്റെ റബ്ബ് എനിക്ക് മഴ തന്നു. അഹമ്മദ് ചോദിച്ചപ്പം അഹമ്മദിന് അള്ളാഹു മഴ തന്നു എന്നുള്ളത് ആ കാട്ടുകള്ളൻ കാണട്ടെ എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഒരു ഉസ്താദിന് ഇത്ര ധൈര്യത്തോടുകൂടി എന്റെ ദുആക്ക് അള്ളാഹു ഇജാബത്ത് തരും എന്ന് പറയാനുണ്ടായ കാരണം, എന്താനുള്ള ശക്തി? നമ്മൾ ഈ പറഞ്ഞത് പറയും, കറാമത്തായിട്ട് പറയും, ഉസ്താദിന്റെ മഹത്വമായിട്ട് പറയും. പക്ഷെ ഉസ്താദിന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്താദിന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ തഖ്വയാണ്, ജീവിത വിശുദ്ധിയാണ്, ഇടപാടിലെ സൂക്ഷ്മതയാണ്, സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി. അതാ ഉസ്താദിന്റെ കറാമത്ത്. നമുക്ക് തെറ്റിപ്പോയി. നമ്മൾ വിചാരിക്കുന്നത് അമാനുഷികമായ എന്തെങ്കിലും ഒരു സിദ്ധി വെളിപ്പെടുത്തിയാൽ അതിനെയാണ് കറാമത്ത് എന്ന് വിളിക്കുക. അല്ല പ്രിയപ്പെട്ട, അതല്ല കറാമത്ത്. കറാമത്ത് എന്ന്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ കറാമത്തുള്ള ആളാരാ? നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല കറാമത്തുള്ള ആളാരാ? നിങ്ങളിലെ ഏറ്റവും തഖ്വയുള്ള ആളുകളാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ഭുത സിദ്ധിയല്ല, അമാനുഷിക പ്രകടനമല്ല, മറിച്ച് അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ തഖ്വയിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകളെയാണ് ഏറ്റവും നല്ല കറാമത്തുള്ള ആള് എന്ന്. നമ്മൾ ഈ കറാമത്ത് പറയാറില്ല. നമ്മൾ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദിന്റെ കറാമത്തായി കാണേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയാണ്. ഇപ്പൊ റമദാൻ കഴിഞ്ഞല്ലോ. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എനിക്കറിയുന്ന ഒരനുഭവമുണ്ട്. നമ്മുടെ കണ്ണൂരിലേക്ക് അദ്ദേഹം വന്നു. സാധാരണഗതിയിൽ റമദാൻ ആകുമ്പോൾ പണ്ട് ദർശക്കെടുത്ത സ്ഥലത്തേക്കൊക്കെ വരുമായിരുന്നു. അതുപോലെ ഒരു വരവ് വന്നു.
അപ്പൊ ഞാനുമായി നല്ല അടുപ്പമുള്ള ഒരു ഹാജിക്ക കച്ചവടക്കാരൻ സ്ഥിരമായി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭാവന കൊടുക്കാറുള്ളത് പോലെ ഒരു പൈസ എടുത്ത് കൊടുത്തു. റമദാനല്ലേ, ഉസ്താദ് വന്നപ്പോൾ ഒരു പൈസ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ പൈസ ഇങ്ങനെ വാങ്ങിച്ചപ്പം ഉസ്താദ് അവറുകൾ പറഞ്ഞു, വാങ്ങിക്കുന്നതിന് മുമ്പെടോ ഇത് എന്ത് വകുപ്പിലാണ് നീ എനക്ക് ഇപ്രാവശ്യം തരുന്നത്? ഇത് സക്കാത്തിന്റെ മുതലാണോ? സക്കാത്തിന്റെ മുതലാണെങ്കിൽ ഈ കുറി ഞാനത് വാങ്ങാൻ അർഹതയില്ലാത്തവനാണ്. ഈ കുറി ഞാനത് വാങ്ങൂല. കഴിഞ്ഞ കുറി ഞാൻ വാങ്ങി നിന്നോട് സക്കാത്ത് വാങ്ങാം, എനിക്കതിനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. ഈ കുറി ഞാനത് വാങ്ങൂല. അപ്പൊ ഈ ആജിക്ക് അതെന്താ ഈ കുറി വാങ്ങാൻ പറ്റാത്തത്? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഇതൊക്കെ നമുക്ക് കറാമത്തായിട്ട് മനസ്സിൽ ഓർമ്മ വെക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ വാക്ക് നാടൻ ശൈലിയിലാണ്. എനക്കൊരു പെണ്ണുണ്ട് നിനക്ക് അറിഞ്ഞൂടെ, ഒക്കെ മണ്ണോ മാറോ ഒക്കെ ആയി, അവർക്ക് എവിടെയെങ്കിലും കല്യാണം കഴിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പൈസ സ്വരൂപിക്കുന്നുണ്ട് ഓളെ കെട്ടിച്ചുവിടണം എന്ന വിചാരത്തിൽ. ആ പൈസ സ്വരൂപിച്ച് ഏകദേശം ഒരു 300 റുപ്യന്റെ കായ് ആയിട്ടുണ്ട്. ഒരു 300 റുപ്യന്റെ കായ് ആയിട്ടുണ്ട്. 300 റുപ്യന്റെ കായ് എന്റെ ഉണ്ടാവുമ്പം അത് സക്കാത്തിന്റെ നിസാബായി. ഞാൻ ഇനി സക്കാത്ത് വാങ്ങാൻ പറ്റുള്ളടോ, ഞാൻ ഇപ്പൊ സക്കാത്ത് കൊടുക്കേണ്ട ആളാ, അതുകൊണ്ട് നീ ഈ സക്കാത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്ക്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയാൻ ചങ്കുറ്റം കാണിച്ചത് കൊണ്ടാണ് അല്ലാഹു തആല അഹമ്മദ് ചോദിച്ചപ്പോൾ മഴ കൊടുത്തത്. സക്കാത്തിന്റെ മുതൽ എനിക്ക് വേണ്ട. ആരറിയാനാ? ഞാൻ ഉസ്താദല്ലേ, എന്റെ കയ്യിൽ എത്ര മസാല ഉണ്ട്, എനിക്ക് എന്തെല്ലാം മസാല ഉണ്ടാക്കാം. നിങ്ങൾ തരുന്ന പണം വകമാറ്റി ചെലവഴിച്ചിട്ട് നിങ്ങൾക്കും കുഴപ്പമില്ല, പടച്ചോനും കുഴപ്പമില്ലാത്ത നിലയിൽ ചെലവഴിക്കാനുള്ള വകുപ്പൊക്കെ എനിക്കറിയാം. അങ്ങനെ വകുപ്പ് ഒരുപാട് പഠിച്ചതുകൊണ്ടാണല്ലോ എന്നെ നിങ്ങൾ മുയിലാരെന്ന് വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ ഈ സൂക്ഷ്മത ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ഈ ആലിമീങ്ങളെ അവരുടെ സൂക്ഷ്മതയുടെ കറാമത്തിന്റെ ലോകത്തെ അറിയാറില്ല, അത് പഠിക്കാറില്ല, അത് ഫോളോ അപ്പ് ചെയ്യാറുമില്ല, പിൻപറ്റാറുമില്ല. കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് അവറുകൾ ഒരു ദിവസം മാർക്കറ്റിൽ പോയി, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ഫുട്പാത്തിൽ വണ്ടിപ്പിടിയിൽ വെച്ച് വിൽക്കുന്ന മത്സ്യം കണ്ടു. മത്തി വിൽക്കുന്നു. മത്തി എത്രയാന്ന് ചോദിച്ചു. ഉറുപ്പ്യക്ക് എത്ര? 10 എന്ന് പറഞ്ഞു. 10. മഹാൻ അവറുകൾ 1 ഉറുപ്പ്യ കൊടുത്തിട്ട്, അന്ന് ഉറുപ്പ്യാണോ അണയാണോ എനിക്ക് ഓർമ്മയില്ല, എടുത്തു കൊടുത്തിട്ട് 10 മത്തി എണ്ണി വാങ്ങിയിട്ട് അത് കീശയില് തൂക്കി പിടിച്ചോണ്ട് വീട്ടിലേക്ക് നടന്നു. വീട്ടിലേക്ക് എത്തണമെങ്കിൽ എത്ര ദൂരം പോകണമെന്നറിയാം. നമ്മള് ഇന്ന് അവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം ഇന്ന് നമ്മളെപ്പോലുള്ള മൂല്യന്മാര് വലിയ സുഖ സൗകര്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുക, 4 സൈഡും ഖാദിമ്യങ്ങളും ഒക്കെ. അന്ന് ആ പാവങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത ജീവിച്ച് നമുക്കൊക്കെ ഇൽമു പറഞ്ഞെന്ന് പ്രിയപ്പെട്ടവര്. അള്ളാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ മത്തിയും കീശയിൽ പിടിച്ച്, കീശയൊന്നുമില്ല, ഒരു വട്ടയിലയിൽ പൊതിഞ്ഞിട്ടാ കൊണ്ടുപോവാ. വട്ടയിലയിൽ പൊതിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ വേഗം നന്നാക്കി എടുക്ക്, കുറച്ചു ദിവസം ആയില്ലേ മീൻകറിയൊക്കെ കൂട്ടി ചോറ് നിന്നിട്ട് അത് റെഡിയാക്കി എടുക്ക്. 1 ഉറുപ്പ്യക്ക് 10 കിട്ടുമെന്ന് കേട്ടപ്പോ ഞാൻ വാങ്ങിപ്പോയതാ, നീ ഒന്ന് വൃത്തിയാക്ക്. 1 ഉറുപ്പ്യക്ക് 10? ഭാര്യ ചോദിച്ചു. അതെ, 1 ഉറുപ്പ്യക്ക് 10. അവര് വൃത്തിയാക്കാൻ വേണ്ടി പോയപ്പം എണ്ണി നോക്കിയപ്പോൾ 12 ഉണ്ട്. 12. അല്ല, നിങ്ങളല്ലേ 1 ഉറുപ്പ്യക്ക് 10 എന്ന് പറഞ്ഞത്, ഇത് 12 ഉണ്ട്. 12 കിട്ടിയോ? 12 ഉണ്ടോ? അദ്ദേഹത്തിന് ഒപ്രാളമായി. എന്നാൽ പിന്നെ നീ വൃത്തിയാക്കല്ല, അത് അങ്ങനെ തന്നെ പൊതിഞ്ഞിങ്ങി തിരിച്ചു തന്നേരെ, ഞാനൊന്ന് ഓനോട് കൺഫേം ആക്കി വരട്ടെ, ഒന്ന് ചോദിച്ചിട്ട് വരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്രയും കുന്നുകയറി ദൂരം പോകേണ്ട ആ മഹാനായ മനുഷ്യൻ വയസ്സാം കാലത്ത് മത്തി തിരിച്ചു പൊതിഞ്ഞു വാങ്ങി നടന്നു. ആ കച്ചവടക്കാരന്റെ അടുക്കൽ പോയിട്ടോ, നീ 1 ഉറുപ്പ്യക്ക് 10 എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വാങ്ങിയത്, ഒരക്കൊണ്ട് പോയി എണ്ണി നോക്കിയപ്പോ ഇത് 12 ഉണ്ട്, എന്താ നിനക്ക് തെറ്റിപ്പോയോ? അല്ല, തെറ്റിയതല്ല ബഹുമാനപ്പെട്ടവരെ, ഞാൻ ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ എല്ലാവർക്കും 1 ഉറുപ്പ്യക്ക് 10 കൊടുക്കുമ്പോൾ അങ്ങേക്ക് ഞാൻ 2 അധികം ഇട്ടതാണ്. ഞാൻ അധികം അറിഞ്ഞും കൊണ്ട് ഇട്ടതാ, സന്തോഷത്തോടെ. എടോ, എന്നാ നീ എന്നോട് അത് അന്നേരെ പറയണ്ടേ, ഞാൻ ഇത്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ലേ? എന്നോട് ഞാൻ 1 ഉറുപ്പ്യക്ക് 10 വാങ്ങിയിട്ട് 12 കൊണ്ടുപോയാൽ പടച്ചോൻ പൊറുക്കൂടാ? പ്രിയപ്പെട്ടവരെ, അവർക്ക് നമ്മളെപ്പോലെ വലിയ സാഹിത്യമൊന്നും അറിയില്ലായിരുന്നു. നമ്മളെപ്പോലെ അവർക്ക് വലിയ സ്റ്റൈലൊന്നുമില്ലായിരുന്നു. നമ്മൾ ഇന്ന് സുഖം എടുക്കുന്നത് പോലത്തെ സുഖങ്ങളും വാഹനങ്ങളും കാറുകളും ഹെലികോപ്റ്ററുകളും ഒന്നും അവർക്കില്ലായിരുന്നു. അവര് വലിയ വലിയ കോളേജുകളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജും ഒന്നും അവർ നടത്തിയില്ല. അവർ പള്ളി തറസുകളുടെ മൂലയിൽ ഒതുങ്ങിക്കൂടി പടച്ചവനെ ഭയന്നു, പടപ്പുകളെ പഠിപ്പിച്ചു. ഇവിടെ ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ ഉണ്ടാക്കി. അവരുടെ ജീവിതത്തിൽ അവർ വിശുദ്ധി നിലനിർത്തി. 2 മത്തി കൂടിപ്പോയാൽ ഓട്ടുപ്പ എന്ന് വിചാരിച്ചില്ല. 2 മത്തി കൂടിയാലേ ഈ മത്തിയുടെ പേരിൽ എന്റെ വിശുദ്ധി, എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടും. എന്റെ റബ്ബിന്റെ മുമ്പിൽ കൈ ഉയർത്തി ഞാൻ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് മറുപടി കിട്ടാൻ താമസിക്കും എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തഖ്വ ഉണ്ടാകണം. തഖ്വ എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തെ തഖ്വയാണ് ഏറ്റവും പ്രധാനം. പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു